ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ അതായത് ബജറ്ററി കൺട്രോൾ ആൻഡ് ബജറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ബജറ്റിംഗ് എന്ന് പറയുന്ന ഫൈനൽ മൊഡ്യൂളിൻ്റെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ് ഇനി നമുക്ക് നോക്കാനുള്ളൊരു ഏരിയ. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആൻഡ് വാരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നൊരു ഏരിയ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ് ആൻഡ് നമ്മൾ കഴിഞ്ഞ ഇതുവരെ പഠിച്ചിട്ടുള്ള ബജറ്ററി കൺട്രോൾ അല്ലെങ്കിൽ ബജറ്റ് ആൻഡ് ബജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതൊക്കെയാണ്. ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്നൊരു ഐഡിയ വേണം. നമുക്കറിയാം കോസ്റ്റ് കൺട്രോളിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോസ്റ്റിങ്ങിൽ, അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉണ്ടാകുന്ന കോസ്റ്റുകൾ, ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരുന്ന എക്സ്പെൻസുകളെയാണ് നമ്മൾ കോസ്റ്റുകൾ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കോസ്റ്റുകൾ മാക്സിമം കുറയ്ക്കുക അല്ലെങ്കിൽ കോസ്റ്റുകളെ മിനിമൈസ് ചെയ്യുക എന്നുള്ളത് ഒരു ഓർഗനൈസേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടാസ്ക് തന്നെയാണ്. സോ അത്തരത്തിൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു മെത്തേഡ് ഒരു ഓർഗനൈസേഷനുള്ളിൽ കൊണ്ടുവരുന്നത്. നമുക്കറിയാം നമ്മൾ കൺട്രോളിങ്ങിന് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടായിരിക്കും. അത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും ആൻഡ് ആക്ച്വൽ പെർഫോമൻസിനെ നമ്മൾ മെഷർ ചെയ്യും, ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യും. ആൻഡ് അത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എന്തെങ്കിലും വലിയ ഡിഫറൻസ്, അതായത് സ്റ്റാൻഡേർഡിനേക്കാളും നെഗറ്റീവായിട്ടുള്ളൊരു എഫക്റ്റാണ് ആക്ച്വലിനുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ വേണ്ട കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അങ്ങനെ തന്നെയാണ് ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റുകളുടെ മുകളിൽ അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മളൊരു കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്യും ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ഫിക്സ് ചെയ്യും. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവാണ് ആക്ച്വൽ കോസ്റ്റെങ്കിൽ അത് ഓർഗനൈസേഷന് ഗുഡാണ്. അതല്ല, സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും വളരെ കൂടുതലാണ് ആക്ച്വൽ കോസ്റ്റുകൾ വരുന്നതെങ്കിൽ അത് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ബാഡ് ആയിട്ടുള്ളൊരു എഫക്റ്റുമാണ്. സോ അങ്ങനെ തന്നെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിലുള്ളൊരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു സ്റ്റാൻഡേർഡിനെ ഫിക്സ് ചെയ്യും ആൻഡ് ആ സ്റ്റാൻഡേർഡും ഇപ്പോഴത്തെ പ്രസൻറ്റ് പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ കോസ്റ്റ് കൺട്രോൾ മെഷറുകൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ മേജറായിട്ടും ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്, ആക്ച്വൽ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കോസ്റ്റിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, എന്താണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നോക്കാം. വെൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആർ യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോസ്റ്റ് കൺട്രോൾ ദ ടെക്നിക് ഈസ് നോൺ ആസ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് ഫോർ കോസ്റ്റ് അസൈൻമെൻറ്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. സിമ്പിളായിട്ട് പറയുകയാണെന്ന് വെച്ചാൽ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലും കോസ്റ്റിംഗ് മെത്തേഡിന് അല്ലെങ്കിൽ കോസ്റ്റിംഗ് ടെക്നിക്കിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ കോസ്റ്റ് കൺട്രോളിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോളിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക് നമ്മൾക്കൊരു ഓർഗനൈസേഷനുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏത് തന്നെയാണ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആണ്. And according to CIMA, standard costing is a technique which uses a standard for cost and revenue for the purpose of control through variance analysis. വാരിയൻസ് അനാലിസിസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൂടെ കോസ്റ്റുകളെ കൺട്രോൾ ചെയ്യുന്നത്. ആൻഡ് കോസ്റ്റുകളിൽ ആക്ച്വൽ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റും അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് റവന്യൂവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള കോസ്റ്റിങ്ങുകളെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാരിയൻസ് അനാലിസിസ് എന്ന് പറയുന്നതും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ആ ഡിഫറൻസുകളെ നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആക്ച്വൽ ആയിട്ടുള്ള കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ആ ഡിഫറൻസിനെയാണ് നമ്മൾ വാരിയൻസ് അനാലിസിസ് വഴി കാണുന്നത്. എനിവേ, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിനെ നമ്മൾ കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ എപ്പോഴും എന്താണ്ടായിരിക്കുക, കോസ്റ്റും നമ്മൾ ആക്ച്വൽ, അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റും സ്റ്റാൻഡേർഡ് റവന്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും, അതേപോലെ തന്നെ ആക്ച്വൽ കോസ്റ്റും ആക്ച്വൽ റവന്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. അതിൻ്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിൽ പഠിക്കുന്നത്. ആൻഡ് അതിനെയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ what are the difference between standard costing versus budgetary costing? ബജറ്ററി കോസ്റ്റിങ്ങും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ എന്താണ് കോസ്റ്റ് കൺട്രോളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും ബജറ്റ് കോസ്റ്റിങ്ങും അതിൻ്റെ ആ ഒരു സ്കോപ്പ് വെച്ചിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ബജറ്ററി കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ, ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ടേമാണ്. നമ്മളൊരു ഓർഗനൈസേഷൻ്റെ എൻറ്റയർ ആക്ടിവിറ്റിയിൽ, എൻറ്റയർ ബിസിനസ് ആക്ടിവിറ്റിയിൽ യൂസ് ചെയ്യുന്ന ഒന്നാണ് ബജറ്ററി കോസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അങ്ങനെയല്ല. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ പ്രൊഡക്ഷൻ കോസ്റ്റിങ്ങുമായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, അതിനെ റിലേറ്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്കുകളെ യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ ബജറ്ററി കൺട്രോൾ അങ്ങനെയല്ല. ഒരു എൻറ്റയർ ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ പാർട്ടിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ബജറ്ററി കൺട്രോളിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതായിരുന്നു ഫസ്റ്റ് പോയിന്റ്. ദെൻ സെക്കൻഡ് വൺ,
സെക്കൻഡ് വന്നിട്ടുള്ളത് എന്താണ്? ബജറ്റ് ഈസ് ബേസ്ഡ് ഓൺ പാസ്റ്റ് എക്സ്പീരിയൻസ് വൈൽ ദ സ്റ്റാൻഡേർഡ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടെക്നിക്കൽ എസ്റ്റിമേറ്റ്സ്. സെക്കൻഡായിട്ട് വന്നിട്ടുള്ള കാര്യം പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്? പാസ്റ്റ് എസ്റ്റിമേറ്റിൻ്റെ ബേസിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്റ്റ് ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഇയറിലെ ബജറ്റ് പ്രിപ്പയർ ചെയ്യുക. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് അങ്ങനെയല്ല. ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള എസ്റ്റിമേറ്റുകളെ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. ആൻഡ് അതും ഇനി വരാൻ പോകുന്ന ആക്ച്വൽ പെർഫോമൻസ് തമ്മിലാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പ്രസൻറ്റിനാണ് ഇമ്പോർട്ടൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബജറ്ററി കൺട്രോളിലുണ്ടായിരുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ അങ്ങനെയല്ല. ഇങ്ങനെ പകരം എന്താണ്, പാസ്റ്റ് എസ്റ്റിമേറ്റുകളാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ തേർഡ് വൺ, ബജറ്ററി കൺട്രോൾ ഈസ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ അക്കൗണ്ട് വൈൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഈസ് റിലേറ്റഡ് ടു കോസ്റ്റ് അക്കൗണ്ട്സ്. ദെൻ മൂന്നാമത് വരുന്ന കാര്യം, ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ നമുക്ക് ഫിനാൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷനുകളാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ അങ്ങനെയല്ല. അവിടെ എങ്ങനെയായിരിക്കും, പ്രൊഡക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കോസ്റ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, അതിനെ കോസ്റ്റ് അക്കൗണ്ട്സുകളുടെ ബേസിലാണ് എന്നും പറയാം. ഓക്കെ. Then fourth one, budget consider both income and expenditure, whereas the standard is for expenditure only. In standard costing, variance is analyzed in the detail, but such a detailed analysis of variance is not possible in budgetary control. ദെൻ നെക്സ്റ്റ് വരുന്നത് ബജറ്ററി കൺട്രോളിൽ എന്താണ്, ഇൻകവും എക്സ്പെൻഡിച്ചറും നമ്മൾ നോക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബജറ്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ട്, ഇൻകംസും നോക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ വരാനുള്ള എക്സ്പെൻസുകളും എത്രയാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യും. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ അങ്ങനെയില്ല. എന്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ കോസ്റ്റുകളെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതായത് ആക്ച്വൽ കോസ്റ്റും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റുമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. പകരം അവിടെ ഇൻകത്തിനോ അല്ലെങ്കിൽ റവന്യൂവിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഓക്കെ. ഇപ്പോൾ കോസ്റ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്ററി കൺട്രോൾ അങ്ങനെയല്ല, എൻറ്റയർ ഫിനാൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് റെസിപ്റ്റുകളും പേയ്മെൻറ്റുകളും അല്ലെങ്കിൽ ഇൻകവും എക്സ്പെൻഡിച്ചറും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ബജറ്റ് ഫിക്സ് മാക്സിമം ലിമിറ്റ് വൈൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ടാർഗറ്റ് standards fixed target. Standards are expressed in per unit of production. Budget is not for specific period. നെക്സ്റ്റ് പറയുന്നത് ബജറ്റ് ഫിക്സ് മാക്സിമം ലിമിറ്റ് വൈൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ടാർഗറ്റ്. ബജറ്റിൽ നമ്മളെപ്പോഴും ഒരു മാക്സിമം ലിമിറ്റാണ് ഫിക്സ് ചെയ്യുക. പക്ഷേ സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, ഒരു ടാർഗറ്റ് ആയിരിക്കും. ഓക്കെ. അതായത് ബജറ്റിൽ നമ്മളൊരു മാക്സിമം ലിമിറ്റ്, ഇപ്പോൾ നെക്സ്റ്റ് ഇയറിൽ നമ്മൾ 25 ലാക്ക് സെയിൽ, അത് 20 കിട്ടണമെങ്കിൽ നമ്മൾ മേ ബി 25 വരെ എന്ത് ചെയ്യും, സെയിൽസിൻ്റെ വാല്യൂ ആയിട്ട് വയ്ക്കും. ഒരു മാക്സിമം വാല്യൂ വരെ നമ്മളോട് കൺസിഡർ ചെയ്ത് വയ്ക്കും. അതായത് എല്ലാ സ്ട്രഗിൾസുകളും അല്ലെങ്കിൽ എല്ലാ കൺസ്ട്രെയിൻറ്റുകളും ഇല്ലാതായിട്ട് കിട്ടുന്നൊരു മാക്സിമം വാല്യൂ നമ്മളിവിടെ ഫൈൻഡ് ചെയ്യും, ബജറ്റിൽ ഫൈൻഡ് ചെയ്ത് വയ്ക്കും. സാധാരണ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ സ്റ്റാൻഡേർഡ് കോസ്റ്റിൻ്റെ കേസിൽ അങ്ങനെയല്ല. നമുക്ക് കറക്റ്റ് ഒരു ടാർഗറ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫിക്സ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇത്ര സെയിൽ വേണമെന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിൽ നമ്മൾ നേടിയിട്ടുണ്ടായിരിക്കണം. അപ്പോഴല്ലേ നമ്മൾ ആക്ച്വലിൽ കൂടെ കമ്പയർ ചെയ്യുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ബജറ്റ് എപ്പോഴും നമ്മളൊരു മാക്സിമം ലിമിറ്റിലും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന് ഒരു ടാർഗറ്റിൻ്റെ ബേസിലുമാണ് നമ്മളിത് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ്സ് നമ്മളെപ്പോഴും പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷനിലും അതേപോലെ തന്നെ ബജറ്റിനെ ഒരു സ്പെസിഫിക് പീരീഡിലേക്കുമാണ് ഉണ്ടാക്കുക. ഓക്കെ. അതായത് ബജറ്റിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് എപ്പോഴും എങ്ങനെ ആയിരിക്കും, ഇത്ര പീരീഡിലേക്കുള്ളൊരു ബജറ്റ് എന്ന രീതിയിലാണ് ബജറ്റ് ഉണ്ടാക്കുന്നത്. ആൻഡ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റിൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലാണ് അതിനെ വാല്യൂ ചെയ്യുന്നത്. ഓക്കെ. ഇത്രയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും അതുപോലെ തന്നെ ബജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ബജറ്ററി കൺട്രോൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി എക്സ്റ്റെൻസീവ് ആയിട്ടുള്ളൊരു ടേമാണ്. ആൻഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താണ്, ഇൻറ്റൻസീവാണ്. ആൻഡ് അതേപോലെ തന്നെ പാസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് ബജറ്റുകൾ ഉണ്ടാക്കുന്നതെങ്കിൽ ടെക്നിക്കൽ എസ്റ്റിമേറ്റുകളുടെ ബേസിൽ അല്ലെങ്കിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ്റെ ബേസിലാണ് സ്റ്റാൻഡേർഡുകളെ ഫിക്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ കോസ്റ്റിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ബജറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിനാൻഷ്യൽ അക്കൗണ്ട്സുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ദെൻ ബജറ്റിൽ ഇൻകവും എക്സ്പെൻഡിച്ചറും ഒരേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ സ്റ്റാൻഡേർഡ്സിൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ നമ്മൾ എന്ത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, കോസ്റ്റുകളെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ബജറ്റ് നമ്മളൊരു മാക്സിമം ലിമിറ്റിലാണ് ഫിക്സ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡുകളെയാണെങ്കിലോ ഒരു പ്രൊഡക്ഷൻ്റെ പെർ യൂണിറ്റിലാണ് ഫിക്സ് ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ
നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് സ്റ്റെപ്സാണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഇവിടെ നമ്മൾ 5 സ്റ്റെപ്പുകളായിട്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പറയുന്നത്. ഇത് ശരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ള കൺട്രോളിങ്ങിൻ്റെ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ സ്റ്റെപ്പുകൾ പോകുന്നത്. നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡിറ്റർമൈൻ ചെയ്യുന്നു. ഇപ്പോഴത്തെ ഈ പ്രസൻറ്റ് ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ പ്രസൻറ്റ് സിറ്റുവേഷനൊക്കെ ബേസ് ചെയ്തിട്ട് ഓർഗനൈസേഷൻ എന്ത് ചെയ്യും? അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യും. നെക്സ്റ്റ് ഒരു 1 മന്തിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ ഇത്രയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അറ്റൈൻ ചെയ്യേണ്ട പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു. സെക്കൻഡ് വൺ, റെക്കോർഡിംഗ് ഓഫ് ദ ആക്ച്വൽ കോസ്റ്റ്. ഇതിന് എന്ത് ചെയ്യും? ആക്ച്വൽ ഉണ്ടായിട്ടുള്ള കോസ്റ്റുകളെ റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ദെൻ തേർഡ് വൺ എന്താണ്? അതിനെ കമ്പയർ ചെയ്യുക. ഈ ആക്ച്വലിനെയും അതേപോലെ തന്നെ സ്റ്റാൻഡേർഡിനെയും തമ്മിൽ എന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്ത് കിട്ടുന്ന റിസൾട്ടാണ് ഇതെന്ന് പറയുന്നത് ഈ മൂന്നാമത്തെ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആ കമ്പാരിസന് ശേഷം കാൽക്കുലേഷൻ ഓഫ് വാരിയൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള വാരിയൻസ് കണ്ടുപിടിക്കുക, അതായത് ആ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതാണ് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഡിഫറൻസ് കണ്ടുപിടിക്കുകയാണ്. എത്രയാണ് കമ്പയർ ചെയ്തിട്ട് ആക്ച്വൽ ആണോ കൂടുതൽ, സ്റ്റാൻഡേർഡ് ആണോ കൂടുതൽ, എത്രയാണ് ഡിഫറൻസ് എന്നുള്ളതൊക്കെ നോക്കുന്നത്. ദെൻ ഫൈൻഡിങ് ഔട്ട് ദ റീസൺ ഫോർ ദ വാരിയൻസ്. അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് അങ്ങനൊരു വാരിയൻസ് ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കുന്നതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഫൈൻഡിങ് ഔട്ട് ദ റീസൺ ഓഫ് വാരിയൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസ് അവിടെ വരുന്നുണ്ടെങ്കിൽ ആ ഡിഫറൻസിനുള്ള കാരണം എന്തായിരിക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഡിഫറൻസ് ഉണ്ടാവാനുള്ള റീസൺ എന്താണെന്നുള്ളത് നോക്കുക. വലിയ ഡിഫറൻസുകളാണെങ്കിൽ അത് ഓർഗനൈസേഷൻ എഫക്റ്റ് ചെയ്യുന്നതാണെങ്കിൽ അതിനുള്ള റീസൺ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഓർഗനൈസേഷൻ മസ്റ്റായിട്ട് ഫൈൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ അതാണ് ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, ദെൻ ആക്ച്വൽ റെക്കോർഡ് ചെയ്യുന്നു, ആക്ച്വലും സ്റ്റാൻഡേർഡും തമ്മിൽ കമ്പയർ ചെയ്യുന്നു, ആൻഡ് കമ്പയർ ചെയ്തിട്ട് ആ വാരിയൻസ് ഫൈൻഡ് ചെയ്യുന്നു, ആൻഡ് ആ വാരിയൻസ് ഉണ്ടാവാനുള്ള റീസൺ നോക്കുന്നു. ഇത്രയാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്, അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗും ബജറ്ററി കൺട്രോളും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ആൻഡ് 5 സ്റ്റെപ്സ് റിലേറ്റഡ് ടു സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? വാരിയൻസ് അനാലിസിസ്, അതുപോലെ തന്നെ വാരിയൻസ് അനാലിസിസിൽ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കുറച്ച് ടേംസുകൾ, അതായത് അതിൻ്റെ മീനിങ് എന്തൊക്കെയാണ്, ടൈപ്പ് ഓഫ് വാരിയൻസുകൾ എന്തൊക്കെയാണ്, മാനേജറൽ ഇഷ്യൂസ് എന്തൊക്കെയാണ് വാരിയൻസ് അനാലിസിസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ആൻഡ് കോസ്റ്റ് കൺട്രോൾ ബൈ യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കാം. സോ താങ്ക് യു.